നമസ്കാരം. ഇന്ത്യയുടെ 78ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം ഡൽഹിയിൽ നടക്കുന്ന സമയത്ത് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് മറ്റുള്ള കേന്ദ്രമന്ത്രിമാരോടൊപ്പം മുൻനിരയിൽ ഇരിപ്പിടം നൽകാതെ അദ്ദേഹത്തിന് പിൻനിരയിൽ ഇരിപ്പിടം BJP ഗവൺമെൻറ് നൽകിയ കാര്യമാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോട്ടോകോൾ പ്രകാരം പ്രതിപക്ഷ നേതാവിന് മറ്റുള്ള കേന്ദ്രമന്ത്രിമാരോടൊപ്പം മുൻനിരയിൽ ഇരിപ്പിടം കൊടുക്കേണ്ട BJP ഗവൺമെൻറ് അതിനു പകരമായി രാഹുൽ ഗാന്ധിക്ക് പിൻനിരയിൽ ഇരിപ്പിടം നൽകിയതിനു ശേഷം ഇന്ത്യ രാജ്യത്തെ സാധാരണ ജനങ്ങൾ BJP ഗവൺമെൻറ്റിൻ്റെ അന്തസ്സത്തെ തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 78ാം സ്വാതന്ത്ര്യദിന ചടങ്ങിൽ നരേന്ദ്രമോദിയുടെ സുദീർഘമായ പ്രസംഗം ജനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ഇന്ത്യയിലെ ഒട്ടുമിക്കവാറുമുള്ള സോഷ്യൽ മീഡിയ ചാനലുകൾ രാഹുൽ ഗാന്ധിയെ BJP ഗവൺമെൻറ് സ്വാതന്ത്ര്യദിന ചടങ്ങിൽ അപമാനിച്ച കാര്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJP ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു തെറ്റായ തീരുമാനത്തിലൂടെ BJP ഗവൺമെൻറ് അവരുടെ തന്നെ ഇമേജ് കളങ്കപ്പെടുത്തിയിരിക്കുകയാണ്. അതേസമയം പിൻസീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ BJP ഗവൺമെൻറ്റിൻ്റെ അവഗണനക്കെതിരെ യാതൊരു കംപ്ലൈൻറ്റുമില്ലാതെ സ്വാതന്ത്ര്യദിന ചടങ്ങുകൾ സസൂക്ഷ്മം വീക്ഷിച്ച രാഹുൽ ഗാന്ധിയുടെ ഇമേജ് ജനങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകസഭയിലും പുറത്തും BJP ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങളെ ശക്തിയുക്തം എതിർത്തുകൊണ്ട് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൻ്റെ മുൻപാകെ വെച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ സാധാരണ ജനങ്ങളുടെ ഹീറോ. ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ എല്ലായ്പ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയോടുള്ള പക തീർക്കാനായിരുന്നു BJP ഗവൺമെൻറ് അദ്ദേഹത്തിന് പിൻനിരയിൽ സീറ്റ് നൽകി അവമാനിച്ചത്. മുൻപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി, അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന സോണിയാഗാന്ധിക്ക് അന്നത്തെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ മറ്റുള്ള കേന്ദ്രമന്ത്രിമാരോടൊപ്പമായിരുന്നു മുൻനിരയിൽ സീറ്റ് നൽകിയത്. LK അഡ്വാനിയും മുരളി മനോഹർ ജോഷിയും അതുപോലെ അടൽ ബിഹാരി വാജ്പേയിയും പോലുള്ള അന്നത്തെ BJP നേതാക്കൾ എല്ലായ്പ്പോഴും പ്രതിപക്ഷ ബഹുമാനം വെച്ച് പുലർത്തുന്നവരായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ കൂട്ടുകെട്ടിന് പ്രതിപക്ഷ നേതാക്കളെ തീരെ ബഹുമാനമില്ല എന്ന് മാത്രമല്ല അവരുടെ രാഷ്ട്രീയ വിമർശനങ്ങൾ താങ്ങുവാനുള്ള കെൽപ്പ് ഇല്ലാത്തവരായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആരൊക്കെ അവർ രാഷ്ട്രീയമായി വിമർശിക്കുന്നത് അവരോടൊക്കെ രാഷ്ട്രീയ പകവെച്ച് പുലർത്തി അവരെ അവമാനിക്കാനോ അല്ല EDയെയും CBIയെയും ഉപയോഗിച്ച് അവരെ ജയിലിൽ അടക്കാനോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.